ज्वलत्कराळ जिह्विका धगत्कठोरदंश्रिता प्रति
ശ്രീ ധാർമ്മികമായിരുന്ന നമുക്കിങ്ങനൊരു പ്രോഗ്രാം ശ്രീ ജഗന്നാഥ മുന്നിലൂടെ അവതരിപ്പിക്കാൻ പറ്റിയത് ശിവശക്തിയായിട്ടുള്ള ഒരു പദ്ധതി നമുക്ക് സൗന്ദര്യലഹരി അല്ലേ? ശിവനും ശക്തി ഒന്നായിട്ടാണ്. ശക്തി എന്ന് പറയുന്നത് ശിവനിലെ ശിവനിലെ ശക്തിയില്ല, ശിവന്റെ ശക്തി എന്നാണ് നമ്മൾ പറയുക അല്ലേ? അപ്പോൾ ജഗന്നാഥന്റെ മണ്ണിൽ പ്രോഗ്രാം സംഘടിപ്പിക്കാൻ അദ്ദേഹത്തിന്റെ അകമഴിയുടെ സപ്പോർട്ടാണ്. എന്താ വേണമെന്ന് വെച്ചാൽ എന്ത് വേണമെങ്കിലും എടുത്തോളം അവർക്ക് ഫുള്ളായിട്ടുള്ള സപ്പോർട്ട് ആദ്യം മുതൽ എല്ലാ കാര്യങ്ങളും അതുപോലെ തന്നെ ആളോ അർത്ഥമോ എല്ലാം അതുപോലെ സപ്പോർട്ട് ചെയ്തു. ഞങ്ങൾക്കെല്ലാം വളരെ നന്ദിയുണ്ട്. ഈ അവസരം ചെയ്യാനുള്ള ജീവിതത്തിലേക്ക് ഭാഗ്യം കിട്ടുന്ന വലിയൊരു ഭാഗ്യമായിട്ട് കരുതുന്നു. അദ്ദേഹത്തിന്റെ ഹൃദയത്തിന്റെ അടിയിൽ നിന്ന് ആഴത്തിലുള്ള ഹൃദയത്തിന്റെ ആ ഒരു അനുഭവത്തിൽ നിന്ന് വികാരത്തിൽ നിന്ന് ജഗന്നാഥ ക്ഷേത്രത്തിൻ്റെ ആദരവായിട്ട് ഒരു ആദരം നമ്മുടെ ഗുരുനാഥനെ ശ്രീ വക്കീൽ സാർ ചെയ്യുകയാണ്. ഞാനതൊരു പ്രസിഡന്റ് അഡ്വക്കേറ്റ് സത്യ സാർ നമ്മുടെ ഗുരുനാഥനെ വളരെ സന്തോഷത്തോടെ സ്നേഹത്തോടെ ആദരത്തോടെ ബഹുമാനിക്കുകയാണ്. ഇനിയും ഈ സമീപത്തിൽ ഈ സന്നിധിയിൽ പ്രത്യേകിച്ച് ഗുരുവിന്റെ സന്നിധി വീണ്ടും വീണ്ടും ഈ നമ്മുടെ അമ്മയെ ആരാധിക്കാനുള്ള അവസരം ഉണ്ടാവട്ടെ എന്ന് സത്യ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇനിയും ഇവിടെ വെച്ച് തന്നെ നമ്മുടെ സത്സംഗം നടത്താൻ ആ ഭഗവാൻ ആ നമ്മുടെ ആ മഹാദേവൻ എന്ന് പറയുന്നത് ദൈവത്തിന്റെ അനുഗ്രഹം നന്നായിട്ട് കഴിയുന്നത്. ആദ്യമായിട്ട് ഈ പരിപാടി നിങ്ങൾക്ക് വെച്ച് നടത്താൻ ആവശ്യമായിട്ടുള്ള ക്രമീകരണങ്ങൾ ചെയ്യണമെന്ന് നിങ്ങളോട് അഭ്യർത്ഥിച്ച രാജമാഷ് ജഗന്നാഥ ക്ഷേത്രം ആദരവ് അദ്ദേഹത്തിന് നൽകിയത്. അടുത്തത് ഒന്നും കൂടെ നിർദ്ദേശിക്കുകയാണ്. ക്ഷമിക്കണം, മണിമേഖല ടീച്ചർ പെട്ടെന്ന് ഓടി എന്ന് പറയുകയാണ്. ഈ കുഞ്ഞിനെ അവതരിപ്പിച്ച ഒരു അമിറ്റുണ്ട്. എന്താ ടീച്ചർ അതൊന്നും പ്ലീസ് എന്നെ അനുവദിക്കുമോ? അമ്മയുടെ പദ്ധതി ചെയ്യാൻ വേണ്ടിയിട്ട് അതിനെ അഭ്യർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തോരം നമ്മൾ ടീച്ചറുണ്ട്, പ്രത്യേകിച്ച് നമുക്ക് വരുന്ന സമ്പ്രദായമാണ് മുന്നേറ്റത്തിൽ ടീച്ചർ ഞാൻ നോക്കിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഒന്നുകൂടി ഒരു അനുവാദം കൊടുക്കില്ലേ? 3 മിനിറ്റ്.
ശ്രീ സതീശ നമ്പൂതിരി നമ്മുടെ സംസ്ഥാനത്തിൻ്റെ പേര് ആദരിക്കുകയാണ്. പൊന്നാഴ്ച ആദരിക്കുകയാണ്. നമ്മുടെ പ്രധാനം തന്നെ തീർച്ചയായിട്ടും സതീശ നമ്പൂതിരി ആദരവേറ്റുവാനുള്ളതാണ്. അങ്ങനെ തന്നെ നമ്മുടെ സത്സംഗത്തിൽ പങ്കെടുക്കുവാനും ദൈവയുടെ അനുഗ്രഹം വാങ്ങിക്കുവാനും വളരെ മോഹത്തോടുകൂടി കലാമണെന്ന് അവിടുത്തെ തിരക്കൊക്കെ മാറ്റിവെച്ച് ഈ ഒരു ശ്രീചക്രപൂജയിൽ പങ്കെടുക്കാൻ വേണ്ടി ഓടി വന്ന എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട കലാമണ്ഡ അന്വേഷണെ ആദരിക്കുവാനുണ്ട്. പ്രധാനപ്പെട്ട ഇദ്ദേഹം ഇവിടെ ഇടക്കാർ വായന നടത്തിയ ആളാണ്. ഇനി നമ്മുടെ മണിവേൽ ടീച്ചറെ, കാരണം നമുക്കൊക്കെ പ്രിയപ്പെട്ട നന്നായി ഗംഭീരമായി എന്തോ ഉണർവ് കിട്ടി, അതുകൊണ്ട് രണ്ടാമത് വന്ന് പറഞ്ഞത് എനിക്ക് വേണം. അതൊരു അതിശയം തന്നെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് സന്തോഷകരമാണ്. ടീച്ചറെ ഞാൻ ആദരിക്കുവാൻ വേണ്ടി പിന്നെ നമ്മുടെ ഭാവിയിൽ നമ്മുടെ ശ്രീവിദ്യ കുടുംബത്തിലേക്ക് വരണ്ടേ, നമ്മുടെ സത്സംഗത്തിലേക്ക് കുടുംബത്തിലേക്ക് വരണ്ടേ, നമ്മുടെ പിഞ്ചുകുട്ടികൾ, അതായത് നന്നായിട്ട് ആദരിച്ചുകൊണ്ട് നമ്മുടെ ദേവിയുടെ അനുഗ്രഹം തീർത്ത് നന്നായി കിട്ടുമോ. അപ്പോൾ ആ കുട്ടികളെ അനുമോദിക്കുവാനും പ്രത്യേകിച്ചും സംഗീതം ഷമ്യ ഇവരെ പറ്റി നന്നായി കേട്ടു. കാരണം കുറച്ച് മുന്നേ ഞാൻ തന്നെ വരച്ചിട്ടുണ്ട്. നമ്മുടെ പ്രാണാകാരയുടെ വാർഷികാഘോഷം ഈ നമ്മുടെ ജഗന്നാട്ടപ്പുള്ള നടന്നിരുന്നത്, അതിൻ്റെ ഒരു പരിപാടിക്ക് ഉണ്ടായിരുന്നു. അന്ന് പോലെയൊക്കെ കണ്ട് നല്ല വരച്ചു. ഇപ്പം പേരും മറന്നുപോയി. അപ്പോൾ ഷമ്യയെ നമ്മുടെ സത്സംഗത്തിൻ്റെ ഭാഗമായിട്ട് ആനന്ദമേറ്റ് പോകാൻ ക്ഷണിക്കും. ഈ കുട്ടികളും ഷമ്മിയും എല്ലാവരും കൂടി അടുത്ത സത്സംഗം നടത്തുന്നതാണ് പറയുന്നത്. നമ്മുടെ കുടുംബത്തിലേക്ക് വരേണ്ടവരാണ്. അടുത്ത നമ്മുടെ കുട്ടികളെ ആദരിക്കുവാണെങ്കിൽ ക്ഷണിക്കുന്നു. അവിടേക്ക് കുറേ സമയം പഴയതും പുതിയതുമായ അതീവ നിഗൂഢമായ മറ്റൊരു ലോകത്തെ അവതരിപ്പിക്കുകയാണ് ഈ കൃതി. ഹിമാലയത്തിലൂടെ, അഘോരികളുടെ ജീവിതത്തിലൂടെ, പുനർജന്മങ്ങളിലൂടെ സഞ്ചരിക്കുന്നു ഈ താന്ത്രിക് നോവൽ. യോഗയെക്കുറിച്ചും ഭാരതീയ ധ്യാന പാരമ്പര്യത്തെക്കുറിച്ചും ചരിത്രത്തെക്കുറിച്ചും ആധികാരികമായും വിശദമായും പ്രതിപാദിക്കുന്നുണ്ട്. ഉദ്വേഗജനകമായ ഈ അപൂർവ സൃഷ്ടിയിൽ ജ്ഞാനസ്ഥരായ വായനക്കാരുടെ ആനന്ദമയ കോശത്തെ അതിന് വേണ്ടി നമ്മൾ കാത്തിരിക്കില്ലേ? ആനന്ദമയ കോശം നമ്മളതിനു വേണ്ടി കാര്യങ്ങളൊക്കെ നമ്മൾ മുന്നാണ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ പുസ്തകത്തിലൂടെ നമ്മൾ സഞ്ചരിച്ചാൽ ഭാഗ്യമുള്ളവർക്ക് രക്ഷപ്പെടും.
ഇതിലൂടെ ആത്മാന്വേഷികളായ സാധകരുടെ ഉത്തരം കിട്ടാനുള്ള സംശയങ്ങൾക്കുള്ള പ്രായോഗിക പരിഹാരങ്ങളടങ്ങിയ മറുപടികൾ നൽകുന്നുമുണ്ട്. അത് എഴുതിയത് നമ്മുടെ ഗുരുനാഥൻ താന്ത്രികാചാര്യനും മനഃശാസ്ത്രജ്ഞനുമായ നമ്മുടെ മനഃശാസ്ത്രജ്ഞരുടെ സൈക്കോളജി. അതാണ് എനിക്ക് പറയാൻ ആഗ്രഹം. നമ്മുടെ ഗുരുനാഥൻ അപ്പോൾ ആ പുസ്തകത്തിൻ്റെ കവർ പ്രകാശനം നമ്മുടെ ഈ സത്സംഗത്തിൽ നടത്തുവാനുള്ള ആ കവർ പ്രകാശനം സ്വീകരിക്കാൻ വേണ്ടി അഡ്വക്കേറ്റ് സത്യൻ സാർ അവരുടെയും കോഴിക്കോട് ശ്രീ ബുക്സ് രാജൻ സാറുടെയും അമ്മയുടെ സന്നിധിയിലേക്ക് ക്ഷണിക്കുകയാണ്. ശ്രീ സത്യൻ സാറ്, ശ്രീ രാജൻ സാറ് ഒന്ന് അരങ്ങിലേക്ക് കയറണം. സത്യൻ സാറ് പോയോ? നമ്മുടെ ഈ വേദിയിൽ നമ്മുടെ ശ്രീ ബുക്സ് രാജൻ സാറിനെ ഗുരുനാഥൻ പൊന്നാടയണിയിച്ച് ആദരിക്കുന്നു. ശ്രീ രാജൻ സാറിനെ പ്രകാശനം ചെയ്ത പ്രകാശനം ചെയ്യാൻ ക്ഷണിക്കുക. യൂട്യൂബിലൊക്കെ നിങ്ങൾ കാണുന്ന ആശയങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടു കാണും. നമ്മുടെ വീഡിയോസിനായി വരുന്ന കമന്റുകൾ എന്നെ ഒരിക്കലും കണ്ടിട്ടില്ലാത്ത ഒരുപാട് ആളുകളായിരിക്കും നമുക്ക് കമന്റ് ചെയ്യുന്നു. നിങ്ങളുടെ വീഡിയോസ് കണ്ടതിന് ശേഷം എൻ്റെ ലൈഫിൽ ഒരുപാട് പ്രശ്നങ്ങൾ തന്നെയാണ്. ചുമ്മാ കേട്ടിട്ടേ ഉള്ളൂ കുറേ പ്രശ്നങ്ങളാണ്. ഞാൻ സ്വയം എഴുതുന്നതല്ല, നിങ്ങൾ കമന്റ് നോക്കിയാൽ മനസ്സിലാവും. ശരിയല്ലേ? അങ്ങനെ ആരെങ്കിലും ഉണ്ട് അവിടെ? നിരവധി ആളുകൾ. അപ്പോ ഈ ആശയങ്ങളെല്ലാം സാധാരണക്കാർക്ക് സിമ്പിളായിട്ട് മനസ്സിലാവുന്ന രീതിയിൽ എങ്ങനെ ആളുകളിലേക്ക് എത്തിക്കാം. പലരും സാധാരണ ആളുകൾക്ക് ഇതൊന്നും ചിലപ്പോൾ ദഹിക്കത്തില്ല. നമ്മൾ പറയുമ്പോൾ മനസ്സിലാക്കാത്തൊരു യോഗവും പുണ്യമൊക്കെ വേണം. ഇത്തരം കാര്യങ്ങളൊക്കെ ഇരിക്കുന്നത് ഇതിന്റെ ഭാഗ്യം തിരിച്ചറിയാവുന്ന ആളുകളാണ്. അത് ആ ഒരു അവസ്ഥയിലേക്ക് മാനവനിലയിലേക്ക് എത്തണമെങ്കിൽ ഓടി ജന്മങ്ങളുടെ പുണ്യമാണ്. എല്ലാവർക്കും ഇത് മനസ്സിലാവില്ല. മഹാഭാഗ്യങ്ങൾക്ക് മാത്രം മനസ്സിലാക്കുന്ന കാര്യങ്ങളാണ് ഇത്. ഈ കാര്യങ്ങളെല്ലാം തന്നെ ശ്രീവിദ്യയും ലഘുമായി പറയുന്ന കാര്യങ്ങളൊക്കെ. അപ്പൊ സാധാരണ കഷ്ടപ്പെട്ട ഒരുപാട് പേരുണ്ട്, ദുരിതപ്പെട്ട ഒരുപാട് പേരുണ്ട്. അവരെയാണ് നമ്മൾ ഉദ്ധരിക്കേണ്ടത്, ഉയർത്തേണ്ടത്. അപ്പോ നമ്മളതെപ്പോഴും ഇങ്ങനെ മനസ്സിലാലോചിച്ചിരിക്കുക എങ്ങനെ ആളുകൾക്ക് നല്ലൊരു ലൈഫിലേക്ക് വരാനുള്ള വഴി കാണിച്ചു കൊടുക്കാം. അപ്പോ 24 മണിക്കൂർ തന്നെയാണ് എങ്ങനെ സിമ്പിളായിട്ട് സാധനം സിമ്പിളായിട്ട് ഇലക്ഷൻ നമ്മൾ എന്താണ് തോന്നുന്നത് മനസ്സിലാക്കുക എന്നുള്ള രീതിയിലാണ് നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ട് ആലോചിക്കാൻ മനസ്സിലായി നോവൽ അല്ലെ കഥകൾ ആളുകൾക്ക് ചിലപ്പോൾ മനസ്സിലാവുന്നതാണ്. നമ്മൾ ഈ പറയുന്ന തത്വങ്ങളെല്ലാം ഒരു സാധാരണ ഒരു നോവൽ അല്ലെങ്കിൽ ഒരു ക്രൈം ത്രില്ലറായിട്ടുള്ള ഒരു കുറ്റാന്വേഷണത്തിലേക്ക് സാധനം എല്ലാം കഴിക്കും. അപ്പൊ അതിന് പറ്റിയൊരു പശ്ചാത്തലം നമുക്ക് പറയാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു പശ്ചാത്തലമാണ് അഘോരികളുടെ ലൈഫിലുള്ള ആകാംക്ഷയുള്ള കാര്യങ്ങളാണ്. എന്താണ് അവരുടെ സനാതന ധർമ്മത്തില് അവരുടെ കണ്ടു വളർന്നതാണ്. അപ്പൊ ഇതിനൊരു സിനിമാറ്റിക് നോവലും പോലെയാണ് ഇത് എഴുതിയിട്ടുള്ളത്. അപ്പൊ അതിൽ നിന്ന് അതായത് ഒരു അഫ്ഗാൻ ആക്രമണകാരി ഭാരതം ആക്രമിച്ച്
വൃന്ദാവനം മുഴുവൻ വീട്ടിടക്കി മധുരയിലേക്ക് വരാനുള്ള പ്രധാന ആക്രമിച്ചപ്പോൾ 20,000 അഫ്ഗാൻ സൈന്യവുമായിട്ടാണ് ആ ആക്രമണകാരി ഭാരതത്തിലേക്ക് വരുന്നത്. മുഹമ്മദ് ഷാ അബ്ദാലി എന്ന അയാളുടെ അപ്പൊ പുള്ളിക്കാരൻ ആക്രമിച്ച് വരുമ്പോ വെറും 4,000 വരുന്ന അഘോര സൈന്യം ഇവരെല്ലാം ഭസ്മം അന്തരീക്ഷത്തിൽ പറയുന്ന ശുഭത്തിൽ ഒന്നുള്ളൂ. നല്ലൊരു ശതമാനത്തിന് ജീവനോടുകൂടി അങ്ങനെ പിന്നെ മധുര ആക്രമിച്ചപ്പോൾ ഇതുപോലെ സംഭവിച്ചു. ശരീരത്തെ നിയമം ഇന്ത്യയിൽ നടപ്പാക്കാൻ മുഗളന്മാർ തീരുമാനിച്ചപ്പോൾ അഘോരികളുടെ രംഗത്തിറങ്ങി. അവർ ഭാരതത്തെ സംരക്ഷിക്കാൻ വേണ്ടി 14 അഘോരങ്ങളായിട്ടുള്ള ഒരു മിലിറ്റന്റ് സമൂഹത്തെ സൃഷ്ടിച്ചതാരാ പറയും? ആരാ? നമ്മൾ കേട്ടാൽ ഞെട്ടും, പറഞ്ഞാൽ വിശ്വസിക്കുന്നില്ല. നമ്മുടെ ആചാര്യങ്ങളുള്ള ആചാര്യ ആദ്യം ശങ്കരാചാര്യ സ്വാമികളാണ്. പറഞ്ഞ വിശ്വസിക്കുകയോ? ആ ദിവസം ഒരാൾ ഇത്രയും വലിയൊരു ക്രിമിനൽ സമൂഹം, ക്രിമിനൽ എന്ന് പറയുന്നത് നെഗറ്റീവായിട്ടല്ല, അതായത് ശത്രുക്കളോട് ക്രിമിനൽസം, ശത്രുക്കളോട് അങ്ങനെയാണല്ലേ, ഒരു വിട്ടുവീഴ്ചയില്ലാത്ത രീതിയിലുള്ള ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല അവർ പറഞ്ഞിരിക്കും. കാരണം മരണത്തിന്റെ ആളുകളാണ്, കാലഭേദത്തിന്റെ ആളുകളാണ്, ശിവന്റെ ആൾക്കാരാണ്, ശിവന്റെ ഭൂതഗണങ്ങളാണ്, ശിവന്റെ സേനയാണ്, മഹാകാല സേന എന്നാണ് പറയുക. ചൈനയെ ആക്രമിച്ചപ്പോഴും ഇന്ത്യയെ ആക്രമിച്ചപ്പോഴും ഇടയ്ക്ക് വെച്ചിട്ട് അവര് പിൻവാങ്ങി തിരിച്ചു കൊടുക്കും. എന്താ കാരണം അറിയത്തില്ല, അതുപോലെ തുടർന്നിട്ടാണെന്നാ പറയുന്നത്. അപ്പൊ നമ്മുടെ ആദ്യത്തെ ഈ നോവലിന്റെ സീനൊക്കെ ഇതൊക്കെ തന്നെയാണ്. പറയുന്നത് മനസ്സിലാവുന്നത് ഫസ്റ്റ് അതാ ഹിസ്റ്ററി. അപ്പം അങ്ങനെ പുനർജന്മം കുറെ കാര്യങ്ങളൊക്കെ നമുക്ക് നമ്മുടെ ഈ ഒരു ക്രൈം ത്രില്ലർ, നമ്മുടെ ഒരു പോലീസുകാരൻ ഈ കേസ് അന്വേഷിക്കുമ്പോൾ ഈ കൊലപാതകം നടത്തിയിരിക്കുന്നത് അഘോര സമുദായത്തിലുള്ള ആരാണെന്ന് മനസ്സിലാക്കി അത് തിരക്കി പോകുന്നതായിട്ടാണ്. നിങ്ങൾ സസ്പെൻസ് പറയുന്നില്ല. അപ്പം അതിനകത്തിലേക്ക് ഈ നമ്മുടെ തിയറികളെല്ലാം കേട്ടിരിക്കുന്നു. ധർമ്മത്തെക്കുറിച്ചും ആത്മസാക്ഷാത്കാരത്തെക്കുറിച്ചും ധ്യാനത്തെക്കുറിച്ചും കർമ്മത്തെക്കുറിച്ചും വേദാന്തത്തെക്കുറിച്ചും യോഗത്തെക്കുറിച്ചും എല്ലാം സംസാരിക്കുന്ന, വളരെ ലളിതമായിട്ട് സംസാരിക്കുന്ന ഒരു കഥ രൂപത്തിലാക്കിയ ഒരു സംവിധാനം, സെൻ ബുദ്ധിസം എല്ലാം ഇതിനകത്തുണ്ട്. അപ്പൊ ഈ പുസ്തകം പ്രീ പബ്ലിക്കേഷനിലേക്ക് കൊടുക്കുക. അതിനുശേഷം നമ്മുടെ താല്പര്യമുള്ള ആളുകൾ നമ്മുടെ വാട്സാപ്പിൽ മെസ്സേജ് അയച്ചാൽ അതിന്റെ ബുക്കിംഗ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യും. അപ്പം അത് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് ഈ പ്രകാശനം കവർ പേജ് പ്രകാശനം ചെയ്തത്. എല്ലാവരും നമ്മളിത് വിജയിപ്പിച്ചെടുക്കും. എല്ലാവരുടെയും പ്രാർത്ഥനകളാണ്. ശ്രീചക്രത്തിന് ഉണർന്നുണ്ടാണ്. മൂലാധാരത്തിൽ നിന്ന് ഉത്ഭവിച്ച് കുണ്ടലിനി പ്രവാഹമായിട്ട് ശിവശക്തി ഐക്യസ്വരൂപിണിയായിരിക്കുന്ന സാക്ഷാൽ ജഗദംബിക, സാക്ഷാൽ ത്രിപുരസുന്ദരി, വിശ്വമായി ലോകം മുഴുവൻ നിലനിൽക്കുന്ന, ആ ഭൂലം മുഴുവൻ നിലനിൽക്കുന്ന, എവിടെ വിശ്വാസത്തിലും നിശ്വാസത്തിലും പഞ്ചപ്രാണനായി നമ്മെ നയിച്ചുകൊണ്ടിരിക്കുന്ന സാക്ഷാൽ ജഗദംബികായ അമ്മ ത്രിപുരസുന്ദരി, ത്രിപുരസുന്ദരി. ഈ ഉപാസന എടുത്തതിന് ശേഷം ഞാൻ എൻ്റെ ഒരു പുസ്തകം പ്രകാശനത്തിൽ ബഹുമാനപ്പെട്ട എൻ്റെ ഗുരുനാഥൻ, ഏറ്റവും അഭിനന്ദനായ ഗുരുനാഥൻ ബഹുമാനപ്പെട്ട ശ്രീധരൻ തിരുമേനിയെ കൊണ്ട് എൻ്റെ ഒരു പുസ്തകം പ്രകാശനമാക്കുവാനും കൂടിയാണ് ഇന്ന് ഞാൻ ഇവിടെ വന്നത്. ഞാൻ ഏകദേശം 2 വർഷമായിട്ട് ഒരു പുസ്തകം പ്രകാശനം ചെയ്യുവാൻ, അല്ലെങ്കിൽ പുസ്തകം എഴുതിത്തീരുവാനുള്ള കഷ്ടപ്പാടുകൾ എത്ര തവണ ശ്രമിച്ചിട്ടും ഒരുപാട് തടസ്സങ്ങൾ വന്നുകൊണ്ടിരുന്നു. ഉപാസന എടുത്ത് 41 ദിവസം തികയുന്നതിന് മുൻപ് എൻ്റെ ഈ പുസ്തകത്തിന്റെ ആദ്യത്തെ പ്രിന്റ് ആയിരുന്നു. എനിക്ക് ഒരുപാട് സന്തോഷം. കാരണം ഒരുപാട് കഷ്ടപ്പാടുണ്ട് ഈ പുസ്തകം ഇറക്കിയതിന്റെ മുന്നിൽ. എൻ്റെ ഭർത്താവ് ശ്രീ രാജീവ് മമ്മണി, അദ്ദേഹം ഒരു എഴുത്തുകാരനാണ്. അദ്ദേഹത്തിന്റെ പുസ്തകമാണ് മുൻപേ ഇറങ്ങേണ്ടിയിരുന്നത്. അദ്ദേഹം എന്നോട് ഒരു വാക്ക് പറഞ്ഞിരുന്നു, നിന്റെ പുസ്തകം ഇറങ്ങിയതിന് ശേഷം മാത്രമേ ഞാൻ എൻ്റെ പുസ്തകം ഇറക്കുകയുള്ളൂ എന്ന് പറഞ്ഞു. ഒരുപാട് എഫർട്ട് ഉണ്ട് ഇതിനാണ്. അപ്പോൾ നമ്മളൊരു ഉപാസന എടുക്കുമ്പോൾ മനസ്സർപ്പിച്ച് സാക്ഷാൽ ഭഗവതിയെ, ആ ജഗദംബിയെ മനസ്സർപ്പിച്ചിട്ട് ഒരുപാട് പരീക്ഷണങ്ങൾ ഉണ്ടാവും. പക്ഷെ അപ്പോഴെല്ലാം ഈ പരീക്ഷണങ്ങളിൽ നിന്ന് എന്നെ തരണം ചെയ്ത് വിട്ട് തരണേ അമ്മേ എന്നൊരു മനസ്സ് നിറഞ്ഞൊരു പ്രാർത്ഥന ഉണ്ടെങ്കിൽ എല്ലാം നമുക്ക് സാധ്യമാകും. ഈ പ്രപഞ്ചത്തിൽ ജഗദംബിക സാധ്യമാക്കി തരാനായിട്ട് ഒന്നുമില്ല. ഞാനെന്ന ഭാവം മാത്രം
അതുകൊണ്ട് എനിക്ക് ഈ ഒരു അനുഭവം പറയാതെ പോയാൽ ശരിയാവില്ല. അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട എൻ്റെ ഈശ്വരതുല്യനായ ഗുരുനാഥൻ കൊണ്ട് ഇത് പ്രകാശിപ്പിക്കുകയാണ്. ഇതിൻ്റെ ഈ പുസ്തകം ആദ്യമായിട്ട് ഇതിൻ്റെ കോപ്പി വാങ്ങിക്കുന്നത് എൻ്റെ ഭർത്താവിന് തന്നെയാണ്. എൻ്റെ കൈകളിലേക്കാണ് കൊടുക്കുന്നത്. അതേപോലെ തന്നെ ഒന്നുകൂടി എനിക്ക് സ്മരിക്കാതിരിക്കാൻ പറ്റില്ല. കാരണം എൻ്റെ ഒരു പുസ്തകത്തിന് എൻ്റെ എഴുത്തിനെ പ്രോത്സാഹിപ്പിച്ച ഒരുപാട് ആൾക്കാരുടെ ഭൂമിയില്ല. എൻ്റെ അച്ഛൻ, എൻ്റെ അമ്മ, എൻ്റെ സഹോദരൻ, എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ ബിജുവേട്ടൻ, അങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ട്. എവിടെയെങ്കിലും ഇതൊക്കെ അവരുടെ ചൈതന്യം ഇത് കാണുന്നുണ്ടാവും. ഒരുപാട് സന്തോഷമുണ്ട്. നിങ്ങൾ എല്ലാവരും എന്നെ അനുഗ്രഹിക്കുക. സാക്ഷാൽ ജഗദംബ അമ്മയുടെ അനുഭവത്തോടുകൂടി ബഹുമാനപ്പെട്ട ഗുരുനാഥന്റെ കയ്യിലേക്ക് ഇത് പ്രകാശനമാകാൻ കൊടുക്കുകയാണ്. നമസ്തേ. ഈ കവിതകളും കാര്യങ്ങളൊക്കെ എനിക്ക് ഇടയ്ക്ക് അയച്ചത്. അപ്പം അത് ഞാൻ ഒത്തിരി സമയങ്ങളിലേക്ക് വായിക്കാറുണ്ട്. കാരണം അതിൻ്റെ ഭംഗി, അതിൻ്റെ ആഴവും കാര്യങ്ങളും കണ്ടിട്ടാണ് നമ്മൾ കമന്റുകളും ഒക്കെ പറയാറുണ്ട്. സമയം കിട്ടുമ്പോൾ നല്ല തിരക്കാണെങ്കിൽ കൂടെ നമ്മൾ വായിക്കാൻ താല്പര്യപ്പെടുന്ന അതിനകത്തുള്ള കണ്ടന്റിൻ്റെ ഒരു ഭാഗ്യം കൊണ്ടാണ് വളരെ ഗംഭീരമായ രീതിയിലുള്ള ഒരു ഗ്രന്ഥം പ്രകാശനം ചെയ്യാനുള്ള അവസരം എനിക്ക് ഭാഗ്യമായി തരുന്നു. നമസ്കാരം. പുസ്തകത്തിന്റെ പേര് ദൈവം പേച്ചെന്നാണ്. ദൈവത്തിന്റെ ഭാഷ, സംസാരത്തിലെ ഗംഭീരം. ഈ കൃതിയെ നിങ്ങൾ വായിക്കണം. ഇത് വേറെ തരത്തിൽ എടുക്കരുത്. കാരണം വെച്ചാൽ 250 രൂപ വിലയിടാവുന്ന ഒരു പുസ്തകം 150 രൂപ വിലയിട്ടാവുന്നതെന്ന് പറഞ്ഞു. ഞങ്ങൾ തന്നെയാണ് വില താഴ്ത്തി വിട്ടിരിക്കുന്നത്. അത് കിട്ടുന്ന കാശ് മുഴുവൻ സാമ്പത്തികമായി പഠിക്കാൻ താല്പര്യമുള്ള, വിദ്യാഭ്യാസപരമായി പഠിക്കാൻ താല്പര്യമുള്ള, സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ആദ്യം കുഞ്ഞുങ്ങളെ സഹായിക്കാനാണ് അതിന്റെ ലാഭം മുഴുവൻ വിനിയോഗിക്കുന്നത്. താങ്ക് യു.
നമ്മുടെ ഇന്നത്തെ സംവാദം കൃഷ്ണാനന്ദ സംവാദേ ഭഗവത്ഗീത ഇത്ര അധ്യായം സമാപ്തം അല്ലെ ഭഗവത്ഗീത വായിക്കുമ്പോഴാണ് കൃഷ്ണൻ എന്തെങ്കിലും പറയുന്നു അർജുനൻ മിണ്ടാതെ കേൾക്കുന്നു ആണോ കൃഷ്ണൻ പറയുന്ന പദത്തിനല്ലേ ശരിയല്ലല്ലോ തെറ്റല്ലേ എന്ന് ചോദിക്കുകയാണ് അർജുനല്ലേ ചോദ്യം ചോദിച്ച് വിശ്വസിക്കുമ്പോഴും അറിയുമ്പോഴേ നമ്മൾ അറിയാവുള്ളൂ തൊണ്ട തടങ്ങാതെ വീഴുന്ന സമ്പ്രദായമല്ല ശരിയല്ല സനാതനമല്ല മനുഷ്യത്തിലൊക്കെ ഉദാഹരണം ചെയ്യാനോ അല്ലെങ്കിൽ ഓരോ രാജാക്കന്മാർ ഓരോ ഋഷിമാർ അവരുടെ ശിഷ്യന്മാരെ മറ്റൊരു ശിഷ്യന്റെ അടുത്തേക്ക് പറഞ്ഞു കൊണ്ടായിട്ട് കാണാം എന്തിനാ മറ്റൊരു ഗുരുവിന്റെ പറഞ്ഞു കൊണ്ടായിട്ടാണ് അതിനാ കൂടുതൽ പഠിക്കാതൊക്കെ ആയിട്ടാണ് അതിനകത്തൊക്കെ സംവാദങ്ങൾ നചികേതസ് യമനുമായിട്ടുള്ള സംവേദന കഥാപരിഷത്ത് പണ്ട് സംവാദം ഗുരു ശിഷ്യനും പിന്നെ എപ്പോഴും ഒരു ആശ്രമ സംസ്കാരത്തിലേക്ക് മാറിപ്പോയപ്പോഴാണ് അതപ്പതിക്കുന്ന അറിയുന്നത് ആശ്രമത്തിലെ ഗുരുവിനെ ചോദ്യം ചോദിക്കാൻ പാടില്ല അന്നൊരു ചോദ്യം ചോദിക്കുന്നുണ്ട് ഗുരുവിന് അറിയത്തില്ല പറയാതെ അപ്പൊ കണ്ടുപിടിക്കാൻ കഴിയുന്നില്ല അപ്പം ഫോളോവേഴ്സേ ഉണ്ടാവുള്ളൂ ഒരുപാട് അടിമകളെ സൃഷ്ടിക്കുന്ന ഒരുപാട് ഗുരുക്കന്മാർ നമ്മൾ കണ്ടിട്ടുണ്ടാവും പക്ഷെ അത് സനാതനത്തിന്റെ ഭാഗമല്ല എന്ന് മനസ്സിലാക്കും A real scientist will create a real scientist. A real physician will create another real physician. A real mathematician will create another real mathematician. ശരിയാണോ? ആണോ? A real biologist will create another biologist. Right? A real yogi should create another yogi. ശരിയാണോ തെറ്റാണോ? ശരിയാണോ തെറ്റാണോ? ഫോളോവേഴ്സ് നമ്മുടെ സിസ്റ്റം അല്ല. ഇനിയെങ്കിലും മനസ്സിലാക്കണം. നിങ്ങൾ എന്തിരിക്കുന്ന ഓരോരുത്തരും എന്നെ പോലെ ആയിരിക്കാൻ ശ്രമിക്കുന്നു. ആയിരിക്കുമ്പോഴാണ് ഞാൻ വിജയിക്കുന്നത്. ഞാൻ എന്റെ ഗുരുവിനെ പോലെ ആയിരിക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു. ഞാൻ മരിക്കുന്നവരെ എന്റെ ഗുരുവിന്റെ ശിഷ്യനായി. എപ്പോ ഞാൻ ഗുരുവായി തോന്നിയോ അവരുടെ കാലഘട്ടം ഞാൻ ഗുരുവാണെന്ന് തോന്നിയോ എന്റെ ആളെന്ന് തുടങ്ങി ദേവി എന്നിൽ കത്തായി എന്ന് മനസ്സിലാക്കി. അതുകൊണ്ടാണ് നമ്മൾ മരിക്കുന്നവരെ ഗുരുവിന്റെ ശിഷ്യനായിരിക്കും എന്റെ മനസ്സിൽ ആൾക്കാർ തോന്നിച്ചത്. അപ്പൊ ഓരോരുത്തരും ഞാൻ ഗുരുവിനെ പോലെ ആയിരിക്കാൻ ശ്രമിക്കുന്നു. ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് നിങ്ങൾ എന്നെ പോലെ ആയിരിക്കാൻ ശ്രമിക്കുമ്പോൾ നിങ്ങൾ എത്ര കണ്ട് വിജയിക്കുന്നതാണ് എന്റെ വിഷയം. അല്ലാതെ നിങ്ങൾ എന്നെ ഫോളോ ചെയ്യുമ്പോഴല്ല. നിങ്ങൾ എന്നോട് ചോദ്യം ചോദിക്കുന്നത് ഇങ്ങനെയല്ലല്ലോ അയാൾ പറഞ്ഞത് ശരിയല്ലല്ലോ. എന്റെ മുഖത്ത് നോക്കി ചോദിക്കുന്നത് നിങ്ങൾ പറഞ്ഞത് ശരിയല്ലല്ലോ. റെസ്പെക്ട് കൊടുക്കും. അറിയാനോ അറിയിക്കാനും സംവാദം ശ്രീനാരായണ പറഞ്ഞു അദ്ദേഹത്തിന്റെ മണ്ണിൽ നിന്ന് നമ്മൾ സംസാരിക്കാം. അല്ലാതെ ഫേസ്ബുക്കിൽ ആരോടും കഴിവുള്ളതാണ്. ആ ഫേസ്ബുക്കിൽ എന്തൊക്കെ അറിവ് നിർത്തി വയ്യ പ്രായമായില്ലേ ഓരോരുത്തരുടെ സമ്പ്രദായം ഒരു അങ്ങനെ അറിയാം. എന്റെ സമ്പ്രദായം എന്റെ സമ്പ്രദായത്തിന്റെ സ്വീകരിക്കാൻ എന്റെ സ്വീകരിക്കാൻ ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ഇതൊക്കെയാണോ? ഇല്ല. അപ്പൊ നമ്മൾ കൃത്യമായ രീതിയിൽ മനസ്സിലാക്കി പ്രായോഗികമായി പഞ്ചകോശങ്ങൾ കടന്ന് ആത്മസാക്ഷാത്കാര സമാധിയിലേക്ക് എത്താൻ കഴിക്കുന്ന എല്ലാവർക്കും അറിയുന്നത്. അതിനാൽ എല്ലാവർക്കും അറിയാവുന്ന അണ്ണാൻ തന്നാലായിട്ട് അറിയാവുന്ന കാര്യങ്ങൾ ചെയ്യുന്നു. ഞാനിപ്പോ എല്ലാ തേടുന്നതല്ല പറയുന്നത്. 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിക്ക് 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയെ വൃത്തിയായിട്ട് പഠിക്കുകയാണെങ്കിൽ ട്യൂഷൻ എടുക്കാൻ സാധിക്കില്ലേ? സാധിക്കൂല്ലയോ? അപ്പൊ എന്ത് പറയും ആ കുട്ടി എന്ന് പറയും നീ എന്ന് പഠിപ്പിച്ചാൽ മതി. സാറ് പറയുന്നത് എനിക്ക് മനസ്സിലായി.
മറ്റു മതങ്ങളിൽ നമ്മുടെ പ്രവാചകരെ ഫോളോ ചെയ്യുന്ന ആളുകളുണ്ട്, ഫോളോവേഴ്സാണ്. പക്ഷെ എത്ര ക്രിസ്തു ഉണ്ടായി, എത്ര പ്രവാചകന്മാരുണ്ടായി? പക്ഷെ സനാതന ധർമ്മത്തിലും അയ്യാവാദ്യാര് യോഗിയായിരുന്നു അയ്യാസ്വാമി. അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരായ ചട്ടമ്പി സ്വാമി, ശ്രീനാരായണ യോഗിമാരായ യോഗി പരമ്പരയെ ശ്രദ്ധിക്കുന്ന, ആയിരക്കണക്കിന് ക്രിസ്തുവിനെ ശ്രദ്ധിക്കുന്ന, ആയിരക്കണക്കിന് പ്രവാചകന്മാരെ ശ്രദ്ധിക്കുന്ന സനാതന ധർമ്മ പരമ്പര. എന്റെ തൊട്ടപ്പുറത്തെ അമ്പലം 5000 കൊല്ലമായി പ്രതിക്കൊണ്ടിട്ട് കണ്ണൂർ അമ്പലം ആദർശം 5000 കൊല്ലം ആളുകൾ വന്ന് ജോലി ചെയ്ത് ശമ്പളം വാങ്ങിക്കുന്ന ഒരു സ്ഥാപനം പറയാമോ? ചോദിക്കുന്നു. പറയാതെ ആൾക്കാരെല്ലാം വന്ന് ജോലി ചെയ്ത് ശമ്പളം വാങ്ങിക്കുന്ന സ്ഥാപനം 5000 കൊല്ലമായി വെക്കുന്നത്. അങ്ങനെയില്ല. ഈജിപ്തിലെ പിരമിഡിലൊന്നും ആളുകളില്ലെന്നേ. 5000 കൊല്ലമായിട്ട് എന്ത് വന്ന് ജോലി ചെയ്ത് ശമ്പളം വാങ്ങിച്ചു പോകുന്ന സ്ഥാപനമുണ്ടോ? അങ്ങനെ ഒന്നും ലോകത്തിലില്ല. അത് പറയും ഉറപ്പിച്ചു. ഞാൻ പറയും, നിങ്ങൾ ഇങ്ങോട്ട് വന്ന വഴിക്ക്, എന്റെ വീടിന്റെ അപ്പുറത്തോട്ട് വന്ന വഴിക്ക് വന്ന കണ്ടിപുരമ്പലം 5000 കൊല്ലം മുമ്പ് പുതുക്കി വീരകേരളം രാജാവ് പുതുക്കി പണിതുള്ള ശിലാശാസ്ത്രമുണ്ട്. ജോലിക്കാർക്കുള്ള ശമ്പളം ഇത്ര പണം, നെല്ല്, അത് ഇതൊക്കെ എന്നോട് എഴുതിച്ചിട്ടുണ്ട്. അപ്പൊ ഇത് കുഞ്ഞിന്റെ കാര്യം പറയാൻ വയ്യ. ഇത്രയും പഴക്കമുള്ള സനാതന ധർമ്മ പരമ്പരയുടെ പേരിലാണ് സ്വാമി വിവേകാനന്ദൻ ചിക്കാഗോ സ്പീച്ചിൽ ആദ്യം നന്ദി അറിയിക്കുന്നത്. തുടങ്ങിയിരുന്ന പ്രസംഗങ്ങളിൽ, ദിവസമായി തുടങ്ങിയ പ്രസംഗങ്ങളിൽ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് ഓഫ് അമേരിക്ക എന്നുള്ള അദ്ദേഹം തുടങ്ങിയിട്ട് പറയുന്നു, യോഗത്തിലെ ഏറ്റവും പുരാതനമായ 2 ധർമ്മങ്ങളാണ് സനാതന ധർമ്മവും സദൃശമതവും. സദൃശമതമില്ല നിൽക്കുന്ന സനാതന ധർമ്മം ഏറ്റവും പുരാതനമായ സന്യാസി പരമ്പരയുടെ പേരിൽ ഞാൻ നിങ്ങളെ അഭിവാദ്യം അർപ്പിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഇത് കാലാതീതമാണ്, ഇത് സയന്റിഫിക് ആണ്. നമുക്ക് കുറെ കുഴപ്പങ്ങളൊക്കെ കണക്ട് ചെയ്യുമ്പോൾ ഇതിന്റെ പ്രായോഗിക വശത്തിന് ശേഷം ഉച്ച കഴിഞ്ഞിട്ട് താല്പര്യമുള്ളവർക്ക് മാത്രം, എല്ലാവരും വേണമെന്നില്ല, താല്പര്യമുള്ളവർ ഇരുന്നാൽ മതി. ഈശ്വര ഉപാസനയുടെ പ്രായോഗിക തലങ്ങൾ ഞാൻ ജനിച്ചു വരുമ്പോൾ എല്ലാവരും വൈബ്രേഷൻ. സാറേ, ഇവിടെ ഒരു വൈബ്രേഷൻ എനിക്ക് നെഞ്ചിന് വേണ്ടി എടുക്കുന്നു. ജപിക്കുന്നതോറും ദുരിതം കൂടുവാണ്. അതെന്താണെന്ന് മനസ്സിലാവുന്നില്ല. പലരും പറയുന്നു, ജപിക്കുന്നതോറും ദുരിതം കൂടുന്നതാണ്, ജപിക്കരുത്, ജപിച്ചാൽ ദുരിതം കൂടും. ഈശ്വരന്റെ കണ്ണിൽ പെട്ട അവന്റെ കാര്യം പോയി. അവൻ ഈശ്വരന്റെ കണ്ണിൽപ്പെട്ട് അവന്റെ അവൻ ഈശ്വരനെ വിളിച്ച് നടക്കുന്നതാണ് അവന്റെ കാര്യം. അതോടുകൂടിയാണ് എന്താണ് ഇങ്ങനെ വരുന്നത്? ഇങ്ങനെയൊക്കെയുള്ള സംശയങ്ങൾ നമുക്കുണ്ട്. പക്ഷേ ഇലക്ട്രിസിറ്റി നല്ലതാണ്, ഉപയോഗിക്കാൻ അറിയാവുന്ന രീതിയാണ്. ഇല്ലെങ്കിലോ എനർജി അല്ലേ, എനർജി എല്ലാം നല്ലതാണ്. നല്ല ബോധത്തോടു കൂടി പ്രവർത്തിക്കുമ്പോൾ, ശിവബോധത്തില് ശക്തി പ്രവർത്തിക്കുമ്പോൾ നെഗറ്റീവ് വർക്ക് ചെയ്യുമ്പോൾ അത് പോസിറ്റീവാണ്. ശിവബോധമില്ലാതെ ശക്തി മാത്രം വന്നാൽ അത് ചിലപ്പോൾ നെഗറ്റീവായിട്ട് തിരഞ്ഞെടുക്കണം. അപ്പൊ ഇത് അറിയാവാൻ വേണ്ടിയിട്ട് കാര്യങ്ങൾ, കാര്യങ്ങളാണ് ഉച്ചയ്ക്ക് ശേഷം 4 മണി വരെ ഉള്ളൂ. അത്രയും സമയം ചർച്ചകൾ ചെയ്ത് ഇത് മനസ്സിലാക്കണം. പ്രായോഗിക വശങ്ങൾ മനസ്സിലാക്കാനുള്ള അവസരമാണ്. സനാതന ധർമ്മത്തിൽ ഈ ഒരു ആ ഗൈഡൻസ് ഇല്ലാത്തതുകൊണ്ട് ഒരുപാട് ആളുകൾ മറ്റു മതങ്ങളിലേക്കൊക്കെ പോകുന്നത്. കാരണം എന്താ, മറ്റു മതങ്ങളില് സൂപ്പർ കമ്പ്യൂട്ടർ ഒന്നും അല്ലെങ്കിൽ അവന് വണ്ടി ഓടിച്ചുകൊണ്ട് പോകാനല്ല, അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ഓപ്പൺ ചെയ്ത് പഴയ കമ്പ്യൂട്ടർ ആയിരിക്കും അത് ഓടിക്കാൻ, അത് വർക്ക് ചെയ്യാൻ അവനറിയാം. പക്ഷെ ഇവിടെ സൂപ്പർ കമ്പ്യൂട്ടറൊക്കെ ആയിരിക്കും ഇത്രയും ഒരു സാധനം, പക്ഷെ പാസ്വേഡ് അറിയാൻ കഴിയില്ല. അത് നമ്മൾ കൃത്യമായിട്ട് പാസ്വേഡ് പറഞ്ഞു കൊടുക്കുന്ന ഒരു പരിപാടി നമ്മളെല്ലാവരും ചെയ്യണം. എന്നിട്ട് തുറന്നുകൊണ്ടൊക്കെ ഞാൻ ചെയ്യുന്നത് നിങ്ങൾക്ക് നിങ്ങൾ ചെയ്യാം. അത് നമ്മുടെ ധാരണമാണ്, ശരിയല്ലേ? അതുകൊണ്ടാണ് ഇങ്ങനെ പ്രോഗ്രാംസ് നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത്. അപ്പൊ അതൊക്കെ ശ്രീവിദ്യാഭ്യാസം എല്ലാവരും പഠിപ്പിക്കും, ആഗ്രഹമുള്ള എല്ലാവരും പഠിപ്പിക്കും. ഇതൊക്കെ കെട്ടിപ്പോയി വെച്ച് ഇതൊക്കെ നശിച്ചു പോയട്ടെ, നമ്മൾ സമാധിയായിക്കൊണ്ട് ഈ സംഭവം അടുത്ത തലമുറയ്ക്ക് നമ്മളിത് കൊടുക്കട്ടെ. ആരെങ്കിലും പഠിച്ച് മനസ്സിലാക്കി ചെയ്യുന്നതിന് എന്താ ഇത്ര കുഴപ്പം? എനിക്ക് മനസ്സിലാവുന്നില്ല. ആളുകൾ രക്ഷപ്പെടുന്നതിന് എന്താ കുഴപ്പം? ഇത് കൃത്യമായി പറഞ്ഞു കൊടുക്കാൻ അറിയണം. ഇല്ലെങ്കിൽ കൊടുക്കുന്നവന് പറഞ്ഞു കൊടുക്കുന്നവന് കേൾക്കുന്നതും തീരും. ദൈവപ്രധാനം ഇതുവരെ പോസിറ്റീവ് അനുഭവങ്ങൾ വന്നിട്ടുള്ളൂ. ഞാൻ ഇതെല്ലാം തീരുമാനമെടുത്ത് നടപ്പിലാക്കുന്നത് ഞാനൊരു ഉപകരണം മാത്രമാണ്. പിന്നീട് ശരിയാണ് ഇവിടെ നടക്കുന്നത്. ഇങ്ങനൊരു പ്രോഗ്രാം നടത്തുന്ന മറ്റുള്ളവരും പ്രതീക്ഷയാണ്. പക്ഷേ പ്രതികൂല സാഹചര്യങ്ങൾ ഒരുപാട് ഉണ്ടായിരുന്നെങ്കിലും വളരെ ഒരു പ്രതീക്ഷിക്കാത്ത ഓപ്പോസിറ്റായിട്ടുള്ള അനുഭവങ്ങളൊക്കെ ഉണ്ടായെങ്കിൽ പോലും ഇവരുടെ ശരത്തായാലും രാജശേഖരനായാലും ഉജ്ജ്വലായാലും എല്ലാവരും അതുപോലെ നിന്നും ഇവിടെ സത്യസാധാരണ അതുപോലെ സത്യപ്രതിവായിട്ട് കാര്യം
നിങ്ങളെല്ലാം എന്നോട് വന്നതാണ് ഇത് വിജയിക്കുന്ന ദൈവിക നിശ്ചയമാണെന്ന് പരം തെളിവുകളോ വേണ്ട. അപ്പൊ എന്തായാലും നമ്മൾ കപ്പോടെ കത്തിച്ച് അമ്മയെ നമ്മൾ വണങ്ങി പൂജ മുഴുമിപ്പിച്ച് എല്ലാവരുടെയും അമ്മയുടെ ചൈതന്യം പ്രസരണം ഉണ്ടാവട്ടെ. അതിലൂടെ നമ്മുടെ ജീവിതത്തിൽ ഒരു വലിയ മാറ്റം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നമുക്ക് കപ്പോടെ കത്തിക്കാം. പൂജയുടെ ശ്രീചക്രം കാണുന്നതല്ല ഭാഗ്യവാനാണ്. ശ്രീചക്ര പൂജയിൽ പങ്കെടുത്താൽ മഹാഭാഗ്യവാനാണ് അല്ലേ? അങ്ങനെ അപൂർവമായിട്ടുള്ള ഭാഗ്യവാനാവട്ടെ. അപ്പൊ അതിനുള്ള അവസരം നമുക്ക് കിട്ടി. ദേവിയുടെ കടാക്ഷം ഞാൻ മാത്രം യാത്രകളപ്പോ ഇല്ല, ഒരു കൂട്ടായ മാത്രമേ നടക്കൂ. അപ്പൊ ദേവിയുടെ തീരുമാനം നമുക്കെല്ലാം മഹാഭാഗ്യമാണ് പങ്കെടുക്കാൻ കഴിയും. പൂജ കഴിക്കുമ്പോൾ ഞാനല്ല കഴിക്കുന്നത്, ദേവിയാണ്. അപ്പൊ അതുകൊണ്ട് എല്ലാവരും ദേവിയുടെ അനുഗ്രഹം ഉണ്ടാവുമെന്ന് പ്രവർത്തിക്കുന്നു. നമസ്കാരം.
അത് വേണമെന്നാണ് എല്ലാവരും എങ്ങനെയാണ് പ്രാണം പ്രവർത്തിക്കുന്നത്? ചുരുക്കി പറഞ്ഞാൽ 5 ശരീരം 7 പറയുന്നത് നമുക്ക് 5 ശരീരമുണ്ട്. 5നെ 5 സൊല്യൂഷൻസ് കിട്ടത്തുള്ളൂ അല്ലേ? അന്നമയത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കേണ്ടത് മരുന്ന് വാങ്ങിക്കുക. മനോമയത്തിലുള്ള പ്രശ്നങ്ങൾക്ക് വേണ്ടിയിട്ട് പല സൈക്കോളജിസ്റ്റിനെ കാണുക, കൗൺസിൽ ചെയ്യുക, മനോമയത്തിൽ വരുന്നതോ അല്ലേ? എല്ലാവരും പറയുന്നതെല്ലാം മാറ്റും. അങ്ങനെയല്ല, നമ്മൾ സൂക്ഷിച്ചാൽ നമ്മൾ കുട്ടിക്കണം. നമ്മൾ ഇത് മനസ്സിലാക്കണം. ഇങ്ങനെ നമ്മൾ ഡയഗ്നോസ് ചെയ്ത് നമ്മൾ രക്ഷപ്പെടും. ഇല്ല, നമ്മൾ അവസാനം അറിയാൻ നേരത്താണ് ഇത് ട്രീറ്റ് ചെയ്ത് നശിപ്പിക്കുന്നത്. അയാൾ അറിയാവുന്ന ആളാണ്, അന്നമയത്തിൽ അറിയാവുന്ന ആളായിരിക്കും. നമ്മൾ വിളിച്ചുകൊണ്ട് പോയ സുഹൃത്ത് അദ്ദേഹത്തിന് അന്നമയത്തിലൊരു പ്രശ്നം നടത്താനായിരിക്കും ഈ ഡോക്ടർ അതിൻ്റെയൊക്കെ മാറ്റി കൊടുത്തത്. നമ്മളെന്താ തന്നെ ഇന്നും ഡോക്ടറാണ് ഒന്നാമതിന്റെ പ്രശ്നം അറിയാതെ നമ്മൾ ഡോക്ടറെ വിളിച്ചില്ല. അപ്പൊ നമ്മളൊക്കെ ചെയ്യുന്നത് നമ്മൾ മരമായിട്ടുള്ള പ്രശ്നമാണ് ചെയ്യുന്നത്. പക്ഷേ എന്ന് പറയും ലോകത്തിൽ പറയുന്നത് നമ്മൾ ചെയ്യുന്നത്. പക്ഷേ മനസ്സിലാവുക. പക്ഷെ ഇത് കഴിച്ചിട്ട് അറിയാം എല്ലുകൊണ്ടിന് പോയിട്ട് അത് വേറെ ചെയ്യാൻ പറ്റും. മനസ്സിലാവുന്നത് ഇത് നമ്മൾ മനസ്സിലാക്കി കഴിയുന്ന നമ്മൾ ആശുപത്രി ആരോഗ്യം അടിച്ചു ആവശ്യമില്ലാതെ ശരിക്കും നമ്മൾ രോഗിയാവും. ഓട്ടോമിക് ഡിസീസിന് ആവശ്യമില്ലാതെ പോകരുത്. മനസ്സിലായോ? ആവശ്യമില്ലാതെ ഓട്ടോമിക് ഡിസീസിന് പോയി കഴിഞ്ഞാൽ മാറ്റം പറയും. നമ്മളെ ഉള്ള മരുന്നെല്ലാം കുത്തിക്കേറ്റി അവസാനം നമ്മൾ ശരിക്കും നമ്മൾ രോഗിയാവും. ഓട്ടോമിക് അറിയാൻ പറ്റില്ല. ഓട്ടോമിക് ഡിസീസ് എന്ന് പറഞ്ഞാൽ അറിയാമോ? കുറച്ച് നാൾ ഈ വൈറ്റമിൻ ബി അതൊന്നും നല്ല ഈ പ്രഷർ സിമ്പിൾ കാര്യം. പ്രഷർ ഇത് കഴിച്ചു കഴിഞ്ഞാൽ തുറന്നു കഴിച്ചു കുഴപ്പമില്ല. സൈഡ് എഫക്ട് ഒന്നുമല്ല കഴിച്ചു പേടിപ്പിക്കുക. മനസ്സിലാവുന്നു. പക്ഷേ അത് മരുന്ന് ഒരു മരുന്ന് കഴിച്ചിട്ട് ഓടുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആരോഗ്യമാണെന്ന് പറയാൻ പറ്റും. കുഴപ്പമില്ല, ഇപ്പൊ മരുന്ന് കഴിക്കുന്നുള്ളൂ. അപ്പം അത് മെന്റൽ സ്ട്രെസ് കുറയാൻ ബാധകമുണ്ടാകും. മാനവ പ്രശ്നമുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ അന്നമയം, മനോമയം, പ്രാണമയം, വിജ്ഞാനമയം, ആനന്ദമയം 5 ശരീരം നമുക്കുണ്ട്. ഈ 5 ശരീരത്തിൽ അന്നമയം ഫിസിക്കൽ ബോഡി അത് നോക്കി നമ്മൾ കറക്റ്റ് ചെയ്യണം. അതിന് എക്സസൈസ് പഞ്ചകോശ ശുദ്ധികളും ഈ 5 കോശങ്ങളെ സഹായിക്കാൻ അന്നമയം ഫിസിക്കൽ ബോഡി, മനോമയം മാനസിക ശരീരം, പ്രാണമയം എനർജി ബോഡി. ചില സമയത്ത് നമ്മൾ ഭയങ്കര ഊർജ്ജം തോന്നും, ചാടുമ്പോൾ തളർന്നു. ചില സമയത്ത് അത്രയും ഉണ്ടായി അതിലെ പാമ്പുകൾ നോക്കുന്നവരും. അപ്പം എനർജി ബോഡി ഉണ്ടല്ലോ. ഈ എനർജി ബോഡിയിൽ കഴിയുന്ന ഭാഗങ്ങളുണ്ട്. വെയിറ്റ് കൂടി ഓവർടൈമിൽ ചിന്താഭാരം കൂടി കൂടുതൽ ഭാഗത്ത് ഗ്രാവിറ്റേഷൻ ഫോഴ്സ് കൊടുത്തിട്ടാണ് നമ്മൾ കിടക്കുന്നത്. പ്രാണമാണ് ആക്റ്റീവായി വർക്ക് ചെയ്യുന്നത്. അവിടെ പ്രാണനെ ഡീൽ ചെയ്താൽ മാത്രമേ അസുഖവും പ്രശ്നവും മാത്രമുള്ളൂ. ഈ 2 മണിക്കൂറിലേക്ക് പോയിട്ട് ഒരു കാര്യം ഇല്ല അല്ലേ? സൈക്കോളജിസ്റ്റിന് കണ്ടിട്ട് കാര്യമില്ല, സൈക്കാട്രിസ്റ്റിന് കാര്യമില്ല, ഫിസിക്കൽ കാര്യമില്ല. അത് പറയും ഞങ്ങളെല്ലാം ശരിയാക്കാവുന്ന വെച്ച് കൊടുത്താൽ നമ്മളെ പ്രാണമേറ്റ പ്രശ്നം ബാധയാണ്. അത് ഹീൽ ചെയ്ത് മാറ്റി കഴിഞ്ഞാൽ പ്രശ്നമാകും. അതിന് പകരം അതൊക്കെ അന്ധവിശ്വാസം തള്ളി ഇതൊക്കെ പോറ്റുവാൻ ക്ലാസ്സുണ്ടാക്കുന്ന പരിപാടി എന്നൊക്കെ തള്ളി ഈ പരിപാടിക്ക് നിൽക്കാതെ നേരെ പോയി 20 വർഷം സ്കിൻ പ്രോബ്ലം മാറുന്നില്ല. മനസ്സിനാന്ന് പറയുന്നത് ബ്ലഡ് ബ്രെയിൻ ആക്സിസ് സ്റ്റഡി നോക്കണം. ബ്ലഡ് ബ്രെയിൻ ആക്സിസ് സ്കിന്നാണ് ബ്രെയിനായി മാറുന്നത്. ബ്രെയിൻ എന്തെങ്കിലും പ്രശ്നം സ്കിന്നെ മാറിപ്പോയി. അത് പുറത്തു പറയുന്നത് ഒരു കാര്യമില്ല. ഉള്ളിൽ മണ്ണാശാല പോയാൽ മാറുമല്ലോ. ആ മണ്ണാശാല വരെ പോയി ഒരുപാട് കഴിക്കാൻ കഴിയാതെയാണ് 20 ദിവസം തൂത്തുകൊണ്ടാണ് ഇത് അപകടമാണ്. അപ്പൊ അതുകൊണ്ട് ഒരുപാട് കാലം വിത്ത് എവിഡൻസ് നമുക്ക് പറയാൻ സാധിക്കും. അനാവശ്യമായ ഒരുപാട് ട്രീറ്റ്മെന്റുകൾ നടക്കും. ഹോസ്പിറ്റലുകളിലുള്ള പൈസ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ ലക്ഷങ്ങൾ നിലയുള്ള
ചോദിക്കാൻ